ഞാൻ വീണ്ടും വന്നു പുതിയൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു ഓറഞ്ച് സ്പൈസീസ്. ഓറഞ്ച് സ്പൈസിലെ പുതിയൊരു എപ്പിസോഡായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തട്ടുകട സ്റ്റൈൽ ഗ്രീൻ പീസ് എഗ് ഫ്രൈ ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെയൊക്കെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെപ്പർ പൗഡറും ഗ്രീൻ ചില്ലിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് മുട്ടയാണ് നല്ല രീതിയിൽ വേണ്ടത്, അതുകൊണ്ട് മുട്ടയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. ഗ്രീൻ പീസ് പിന്നെ വെന്തുടഞ്ഞ് ഇങ്ങനെ കുഴഞ്ഞു പോകരുത്, അല്പം ഡ്രൈ ആയിട്ട് തന്നെ വേണം. നമുക്ക് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എന്നാലാണ് കിട്ടുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ ഗ്രീൻ പീസ് മുട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഞാനിത് 1 കപ്പ് വേവിച്ച ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം വെള്ളത്തിലിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് കുക്കറിലൊരു 3 വിസിൽ വരുന്നവരെ അടിച്ചെടുത്ത ഗ്രീൻ പീസാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ വേവിച്ചെടുക്കുന്നതിനകത്ത് ഒട്ടും വെള്ളം പാടില്ല, കാരണം നമ്മളിത് നല്ല ഡ്രൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളം പാടില്ല. അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള കൊത്തി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 മുട്ട വേണം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ 2 പച്ചമുളക് ഞാനിവിടെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇഷ്ടംപോലെ പച്ചമുളകായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ എരിവൊക്കെ അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല വേണം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ വേണം. ഈ പെപ്പർ പൗഡറൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തട്ടുകട ടേസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഗ്രീൻ പീസ് മുട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സവോള ബ്രൗൺ കളർ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് ബാലൻസ് പൊടികളൊക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള നല്ല ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം വഴന്ന് പോകരുത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, നമ്മൾ അവസാനം ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദേ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. സവോളയും ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൊത്തി ഒഴിക്കാം.
അപ്പം 3 മുട്ടയും കൊത്തി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് പെപ്പർ പൗഡർ ചേർക്കാം. എരിവിനനുസരിച്ച് ഓരോരുത്തർ പെപ്പർ പൗഡർ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു അല്പം മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്രീൻ പീസ് ഉപ്പിട്ടാണ് വേവിച്ചത്. ഓൾറെഡി സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ആകെ നമുക്ക് മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഗ്രീൻ പീസിന് നമ്മുടെ മുട്ടയുടെ എല്ലാം പറ്റണം. ഗ്രീൻ പീസും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഗ്രീൻ പീസിനേക്കാൾ കൂടുതൽ വേണ്ടത് മുട്ടയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. മുട്ട കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുട്ട തന്നെ ഉണ്ട്. അപ്പം മുട്ടയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീണ്ടും കൂട്ടാം കേട്ടോ. മുട്ട വേണമെങ്കിൽ ഇനിയും കുത്തി ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുട്ടയുണ്ട്. നമ്മുടെ ഗ്രീൻ പീസും മുട്ടയൊന്നും സെപ്പറേറ്റ് കിടക്കണില്ല. ഗ്രീൻ പീസ് നന്നായിട്ട് കണ്ടതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം മുട്ടയായിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആവണം. മുട്ടയും ഗ്രീൻ പീസും വേറെ വേറെ കിടക്കരുത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തില്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ പീസ് മുട്ട തട്ടുകട സ്റ്റൈലിൽ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലൂടെ സെർവ് ചെയ്യാം. കുറച്ചുകൂടി കറിവേപ്പില മുകളിൽ വിതറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.